നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക് സശീന്ദ്രൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇയർബഡ്സിനെ കുറിച്ചാണ്. നമ്മൾ മലയാളികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇയർബഡ്സ്. ഇത് കടകളിലും ഫാർമസികളിലും എല്ലാം ഫ്രീലി അവൈലബിൾ ആണ്. കുളിച്ച് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ ചെവി ഒന്ന് ക്ലീൻ ചെയ്യുക ഇതൊരു ശീലമാണ് പലർക്കും. എന്നാൽ ഇയർബഡ്സ് യൂസ് ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന കാര്യം. ഇയർബഡ്സ് മെഡിക്കലി നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നൊരു കാര്യമോ മെഡിക്കലി അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഒരിക്കലും അഡ്വൈസ് ചെയ്യുന്നൊരു കാര്യമല്ല ഇയർ ക്ലീനിങ് ഇയർബഡ്സ് ഉപയോഗിക്കുക എന്നുള്ളത്. ചെവിയുടെ അകത്ത് ചെവിക്കായം കാണും. അത് പലപ്പോഴും അതിൻ്റേതായ വഴി നാച്ചുറലി അത് ക്ലിയറായി പോകുന്നൊരു കാര്യമാണ്. എന്നാൽ നമ്മൾ ഈ ഇയർബഡ്സ് ചെവിയുടെ അകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ചെവിയുടെ അകത്ത് ഇടുമ്പോൾ ഈ ചെവിക്കായം നമ്മൾ തള്ളി അകത്തോട്ട് നീക്കുകയാണ്. നമ്മൾ പുറത്തെടുക്കുമ്പോൾ ആ ഇയർബഡ്സിൻ്റെ അറ്റത്ത് ഒരു പക്ഷേ നമുക്ക് കുറച്ച് ചെവിക്കായം കണ്ടേക്കാം. എന്നാലും അതിൻ്റെ കൂടുതൽ ഭാഗവും അകത്ത് തന്നെ ആയിരിക്കും. കാലക്രമേണ ഇത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ചെവിയുടെ അകത്ത് അടിഞ്ഞ് ഇമ്പാക്റ്റഡ് ആകാനായിട്ടുള്ള സാധ്യതയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും, നമുക്ക് കേൾവി കുറയോ അല്ലെങ്കിൽ ചെവി അടഞ്ഞിരിക്കുന്നൊരു ഫീലിംഗ് ഉണ്ടാകും. പിന്നെ പലപ്പോഴും ഇത് ബ്ലൈൻഡായിട്ട് നമ്മൾ അല്ലെങ്കിൽ കാണാതെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. ENT OPDയിൽ പലപ്പോഴും കാണുന്നൊരു സാഹചര്യമാണ് ഇയർബഡ്സ് ചെവിയുടെ അകത്തിട്ടു, പഞ്ഞി ഊരി കമ്പയിൽ നിന്ന് ഊരിപ്പോയി പഞ്ഞി ചെവിയുടെ അകത്തിരിക്കുന്നു, അതെടുക്കാനായിട്ട് വരുന്ന പേഷ്യൻസ്. അല്ലെങ്കിൽ ഒത്തിരി അധികം ഇത് ചെവിയുടെ അകത്തിട്ട് കറക്കിയാൽ ഒരു പക്ഷേ ചെവിയുടെ അതായത് ഇയർ ഡ്രമ്മിന് തന്നെ ഡാമേജ് വരാം. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഓട്ടൈറ്റിസ് എക്സ്റ്റേണ എന്ന് പറഞ്ഞ് ഈ ചെവി ഇയർ കനാലിനകത്ത് എവിടെയെങ്കിലും ഒരു മുറിവ് ഉണ്ടായി അത് ഇൻഫെക്റ്റഡ് ആവും. ഓട്ടൈറ്റിസ് എക്സ്റ്റേണ എന്നൊരു പറഞ്ഞൊരു സിറ്റുവേഷനിലോട്ട് അത് മാറാം. അപ്പം അസഹനീയമായ വേദനയായിട്ടായിരിക്കും ഈ പേഷ്യൻസ് വരുന്നത്. അതുകൂടാതെ ഇയർബഡ്സ് യൂസ് ചെയ്യുമ്പോൾ ചില പേഷ്യൻസ് വളരെ സെൻസിറ്റീവ് ആയിരിക്കാം. ഈ ഇയർബഡ്സ് യൂസ് ചെയ്യുന്ന പേഷ്യൻസിന് തലകറക്കം ഉണ്ടാകാം. അതും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇയർബഡ്സ് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പം പേഷ്യൻസിന് മയക്കം ഉണ്ടായേക്കാം. അപ്പം ഒരു ഇൻഫെക്ഷൻ തൊട്ട് കേൾവി കുറവ് വരെ, അതായത് ഇയർ ഡ്രമ്മിന് ഇഞ്ചറി വന്ന് കേൾവി കുറവ് വരെ സംഭവിക്കാവുന്നൊരു കാര്യമാണ് ഈ ഇയർബഡ്സ് ഉപയോഗിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഇത് നമ്മൾ ആകെ അഡ്വൈസ് ചെയ്യുന്നൊരു സാഹചര്യം എപ്പോഴാണ് എന്തെങ്കിലും മരുന്ന് ചെവിയുടെ അകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഇയർബഡ്സ് ഉപയോഗിക്കാൻ പറയാം. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ക്രീം അല്ലെങ്കിൽ ഓയിൻമെൻറ്റ് ഇയറിനകത്ത് അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ഇയർബഡ്സിന് തുമ്പത്ത് അല്ലെങ്കിൽ അറ്റത്ത് ഇട്ടിട്ട് അതൊന്ന് ജസ്റ്റ് ചെവിയുടെ അകത്ത് പുരട്ടി കൊടുക്കാൻ പറയുന്നതാണ്. പലപ്പോഴും പേഷ്യൻസ് ചോദിക്കുന്ന ഒരു ചോദ്യം, ചെവിയുടെ അകത്ത് വെള്ളം പോയത് ഞാനതെങ്ങനെ ക്ലീൻ ചെയ്യും, അതിനാണ് ഞാൻ ഇയർബഡ്സ് ഉപയോഗിക്കുന്നത്. ഏറ്റവും സിമ്പിൾ അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഒന്നുകിൽ നമ്മുടെ തോർത്ത് അതിൻ്റെ അറ്റം ജസ്റ്റ് തിരികെ ഇങ്ങനെ ചെവിയുടെ അകത്തോട്ട് വെച്ച് കൊടുക്കുക. കാരണം ആ തുണി ആ വെള്ളം വലിച്ചെടുക്കും. അല്ലെങ്കിൽ ജസ്റ്റ് സിമ്പിൾ കോട്ടൺ മാത്രം ജസ്റ്റ് ചെവിയുടെ അകത്തോട്ട് ഇയർ കനാലിലോട്ട് വെച്ച് കൊടുത്താൽ ആ കോട്ടൺ ഈ വെള്ളം അബ്സോർബ് ചെയ്യും. ഈ ഇയർബഡ്സ് യൂസ് ചെയ്യുന്നത് അതിനുള്ള ഒരു പരിഹാരമല്ല. താങ്ക് യു.